വീടിന്റെ ഭംഗിയും പ്രൗഢിയും കൂട്ടുവാനുള്ള പ്രധാന ഘടകമാണ് മരം. താരതമ്യേന മരത്തേക്കാൾ ചിലവ് കുറവും എന്നാൽ ഭംഗിയൊട്ടും കുറയാതെ ഇന്റീരിയർ വർക്ക് ചെയ്യാൻ പറ്റുന്ന വിനീർ എന്ന പ്രോഡക്റ്റാണ് തേനുങ്കൽ ഹാർഡ്വെയർസ് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ വിനീർ. ബേസിലായിട്ട് എന്താണ് വിനീർ? വിനീർ എന്ന് പറയുന്നത് മരം നമ്മളൊരു പേപ്പറിൻ്റെ കനത്തിൽ നമ്മൾ അത് മെഷീനിൽ കൂടെ നമുക്ക് എടുത്തിട്ട് ഒരു പേപ്പറിൻ്റെ കനത്തിൽ ഒരു പ്ലൈവുഡ് ഒരു 3mm പ്ലൈവുഡിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നതാണ് വിനീർ. എന്താ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു വലിയ ഒരു മരത്തിൻ്റെ പലക വെക്കുന്നതിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വളരെ ചെറിയ ഒരു കോസ്റ്റ് വരുന്നുള്ളൂ വിനീറിൽ. എന്നിരുന്നാലും പക്ഷേ വിനീർ ഒരു ലക്ഷറി പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനീൻ്റെ ഒരു സാധാരണ ഒരു തേക്കാണ്. ഇതിൽ പല കമ്പനികൾക്ക് പല മോഡലാണ് വരിക. അപ്പോൾ മറ്റൊരു കമ്പനി എടുക്കുമ്പോൾ മറ്റൊരു ഡിസൈനിൽ വരും, മറ്റൊരു കളർ വരും. ഇതിപ്പോൾ തേക്കാണ്, നമുക്ക് അതിൽ വീട്ടി വരും, മഹാഗണി വരും, അങ്ങനെ ഒരുപാട് ഡിസൈൻ, നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ഡിസൈൻസ് വരും. ഏതൊക്കെ തരത്തിലുള്ള വിനീറുകളുണ്ട്? വിനീർ മെയിനായിട്ട് പറയുകയാണെങ്കിൽ 2 തരത്തിലാണ്. ഒന്ന് നാച്ചുറൽ വിനീർ, ഇതിപ്പോൾ നാച്ചുറൽ വിനീറാണ്. പിന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ വിനീറും വരുന്നുണ്ട്. നാച്ചുറൽ വിനീർ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ മരം നമ്മൾ എന്ത് ചെയ്യുന്നത് പീലിംഗ് എന്ന് പറയുക, അത് പീൽ ചെയ്തെടുത്തിട്ട് പ്ലൈവുഡിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് ഒരു പേപ്പറിൻ്റെ കനം മാത്രമേ ഉള്ളൂ, ബാക്കി കാണുന്ന 3mm എന്താണ് പ്ലൈവുഡാണ്. അപ്പോൾ ഓരോ മരത്തിൻ്റെ പീസസ് എത്ര സ്ലൈസസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും? അത് മാക്സിമം ആ മരം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മാക്സിമം നമുക്ക് ഒരു 50-60 വരെയൊക്കെ പറ്റുള്ളൂ. ഈ നാച്ചുറൽ വിനീർ എന്താണ്? നാച്ചുറൽ വിനീർ എന്ന് പറയുന്നത് നമുക്ക് ഒറിജിനൽ മരത്തിന്, ഇതിപ്പോൾ നാച്ചുറൽ വിനീറാണ്. ഇത് ഒരു മരം കറക്റ്റ് റോൾ ചെയ്തെടുക്കുന്നത്, റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഇത് ഈ ഡിസൈൻ തന്നെ വരുന്നത്. ഇപ്പോൾ ഇതിവിടെ വരുമ്പോൾ ഈ മരത്തിൻ്റെ ഇപ്പുറം കണ്ടത് ഇത് സെയിം ഡിസൈൻ റിപ്പീറ്റേഷൻ വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ചെറിയ മരത്തിൻ്റെ ഇത് ഉള്ളിലേക്ക് വരുന്ന ഭാഗമാണ് ഇപ്പോൾ ഈ ഭാഗം വന്നേക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം വരുന്നതിന് ഈ അകലവും തമ്മിൽ അകലം കൂടുതലുണ്ടാവും. അപ്പോൾ ആർട്ടിഫിഷ്യൽ വിനീറിൽ മിക്കവാറും എന്തായാലും ഒരേ രീതിയിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അതെ, നമ്മൾ പണ്ടത്തെ ടൈലൊക്കെ പോലെ തന്നെ, അതായത് പ്ലെയിൻ മരമായിരിക്കും. ഇപ്പോൾ കാതില്ലാത്ത വെള്ള മരം, ഫുൾ പ്ലെയിൻ ആയുള്ള മരത്തിൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ട് ഒരു പ്രിന്റിംഗ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ലിമിറ്റ് ഒന്നുമില്ല, നമുക്ക് 60-40 ഒന്നുമില്ല. അത് എന്തോരം വേണമെങ്കിൽ നമുക്ക് ഒരേപോലെ അടിച്ചടിച്ച് തരും. അപ്പോൾ പൊതുവെ എല്ലാവരും ബംഗാ ഡിസൈൻസ് ഒക്കെ, ബ്ലാക്ക് ഷെയ്ഡുകൾ, വൈറ്റ് ഷെയ്ഡുകൾ, അതൊക്കെ ചെയ്യുന്നത് എന്ത് ചെയ്യാം, നമുക്ക് ആർട്ടിഫിഷ്യൽ വിനീറിലാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ? വിനീറിൻ്റെ ഗുണങ്ങൾ എന്ന് പറയാനുള്ളത് മെയിനായിട്ട് നമുക്ക് കോസ്റ്റാണ്. അതായത് മരം വെച്ച് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ടൈം, അതേപോലെ ആ കാര്യങ്ങൾ, മരത്തിൻ്റെ അതേ ലുക്ക്, ഇതിപ്പോൾ മരം തന്നെയാണല്ലോ, ഒറിജിനൽ മരം തന്നെയാണ്. നമുക്കത് പ്ലൈവുഡിലേക്ക് നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ ആദ്യം ഭിത്തിയിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്ലൈവുഡ് സ്ക്രൂ ചെയ്തതിന് ശേഷം പ്ലൈവുഡിലേക്ക് ഗമ്മ് വെച്ചിട്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. കോസ്റ്റ് എഫക്റ്റീവായ ഒരു പ്രോഡക്റ്റ്, കോസ്റ്റ് എഫക്റ്റീവാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ? ഇത് ഒറിജിനൽ മരം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മരത്തിൻ്റെ അതേ ദോഷങ്ങൾ ഇതിനുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഭിത്തിയിൽ, ഇപ്പോൾ ഈ ഭിത്തി ഓക്കെയാണ്, കുട്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു ഭിത്തിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറം ബാത്റൂം ഉണ്ട്, അതിൽ നമ്മൾ എപ്പോക്സി വർക്ക് ചെയ്തിട്ടില്ല, അതേപോലെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യും, വെള്ളം വന്നിട്ട് പ്ലൈവുഡിൽ വന്ന് പ്ലൈവുഡിൽ കൂടെ ഈ വിനീറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പൂപ്പൽ വരും. മരത്തിൽ പറ്റുന്ന എല്ലാ പ്രശ്നങ്ങളും വിനീറിലും പറ്റും. എന്താണ് ഈ പേപ്പർ വിനീർ? ഇത് പൊതുവെ അങ്ങനെ എല്ലാവരും ഉപയോഗിക്കാത്തൊരു പ്രൊഡക്റ്റാണ്. പേപ്പർ വിനീറിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പേപ്പറിൻ്റെ കനമുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും കാണുന്ന പോലെ തന്നെ ഇതിനൊരു പേപ്പറിൻ്റെ കനമുള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ സാധനം കീറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്താണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഡെക്കോ വുഡ് എന്ന് പറഞ്ഞ ഗ്രീൻലാൻഡിൻ്റെ വിനീറാണ് പേപ്പർ വിനീർ. ഇതും ഈ പറഞ്ഞ പോലെ ഇത് നാച്ചുറൽ വിനീറാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. പൊതുവെ വിനീറുകളുടെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് മറ്റേ ജോയിൻ്റ് കോർണറുകൾ വരുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ചെയ്യുമ്പോൾ അതിൽ പെർഫെക്ഷനും ഒരുപാട് ടൈമും അതേപോലെ നമുക്ക് എക്സ്പെൻസീവുമാണ് വിനീർ. ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ മാത്രമല്ല ഡാമേജുകളൊന്നും പറ്റില്ല. ഇതെല്ലാ കമ്പനി ഉണ്ടാക്കുന്നില്ല, കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ മാത്രമാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പൊതുവേ ഈ പേപ്പർ വിനീറിന് കുറച്ച് റേറ്റ് കൂടുതലാണ്.
അപ്പം ഞാൻ പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഇത് അത് ഒരു പാറ്റേണിലുള്ള 2 കമ്പനീൻ്റെ തന്നെ ആണെങ്കിലും രണ്ടും തേക്കിൻ്റെ ആണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗം വരുന്ന ഭാഗത്തൊക്കെ ഇതിപ്പോൾ ഇച്ചിരി റേറ്റ് കുറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോൾ ഭാഗം എല്ലാം ലെവലാണ്. അപ്പോൾ നമുക്ക് കാണുന്ന ഭാഗങ്ങൾ എല്ലാം ചെയ്യാം, ഈ പേപ്പർ ഈ നോർമൽ വിനീർ വെച്ചിട്ട് പാനലിങ് ചെയ്തതിന് ശേഷം സൈഡിൽ വരുന്ന ഭാഗം, ഇപ്പോൾ ഡോറാണെങ്കിൽ എഡ്ജ് ബാൻഡായിട്ട് എന്ത് ചെയ്യുക, ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോർണറായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ജോയിൻ്റ് കാണാണ്ട് വെക്കുന്നതിൻ്റെ ആ പ്രശ്നം ഒഴിവായി കിട്ടും. ഓക്കെ, അതുപോലെ ഇങ്ങനെ നമ്മൾ നോർമലി മരമൊക്കെ പോളിഷ് ചെയ്യുമല്ലോ, ഇത്തരം പ്രോഡക്റ്റ് നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റുമോ? ആ വിനീർ തീർച്ചയായും പോളിഷ് ചെയ്തിരിക്കണം. കാരണം ഇതിൻ്റെ മുകളിൽ വെറും സാധാരണ മരമാണ്. പോളിഷ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് മരത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വിനീറും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോളിഷ് ചെയ്തിരിക്കണം. പോളിഷ് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും ഒരു 7 ലെയർ പോളിഷൊക്കെയാണ് പറയുക. അപ്പോൾ 7 പ്രാവശ്യം നമ്മൾ പോളിഷ് ചെയ്ത് പേപ്പർ ഇട്ട് വരച്ച് ഒക്കെ ചെയ്യണമെന്നാണ് പറയൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ഞാൻ എല്ലാവരോടും പറയൽ, സാധാരണ നമ്മൾ വീട്ടുകാർ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു 400 പേപ്പർ വാട്ടർ പേപ്പർ ഇട്ടിട്ട് ഉരച്ചതിന് ശേഷം ഒരു കാരണവശാൽ ഉരയ്ക്കരുത്. കാരണം ഇതൊരു പേപ്പറിൻ്റെ കനം മാത്രമേ ഉള്ളൂ. ആ ഒരു പോളിഷിൽ ഞാൻ സാധാരണ തുണി മുക്കി തുടയ്ക്കാനാണ് ഞാൻ പറയൽ. കാരണം നമ്മൾ 7 പ്രാവശ്യം പോളിഷ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് എക്സ്പെൻസ് ആവും. ഈ അത്ര എക്സ്പെൻസിൻ്റെ ആവശ്യമില്ല. കാര്യം അത് ഒരു നല്ല ഫിനിഷിങ്ങിൽ വരും. അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധാരണ ഒരു വീട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് സാധാരണ തുണി വെച്ച് പോളിഷ് ചെയ്താലും മതി. നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഇതിനകത്ത് ഇവിടെ ഇച്ചിരി നമ്മൾ നേരത്തെ തുടച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഇച്ചിരി വറ്റി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ഒരു വിനീർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ലേശം വെള്ളം അതിലേക്ക് ഒഴിക്കണം. പോളിഷ് ചെയ്തതിന് ശേഷം ഈ വിനീർ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം വെക്കണം. ഇതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അത് പോളിഷ് ആണെങ്കിലും ഈ കളറിലേക്ക് വരും. ഒന്ന് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു കളർ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ മരമാണെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ കളർ മാറുമല്ലോ. അപ്പോൾ നമ്മൾ കടയിൽ പോയി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടൊരു വിനീറിനെ വിലയിരുത്തരുത്. ഈ കുറച്ചൊന്ന് വെള്ളം നനച്ചതിന് ശേഷം ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ഇതിനകത്ത് നോക്കിയിട്ട് മനസ്സിലാകാം. മൈക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വിനീറിൻ്റെ ഡിഫറൻസ് ഒന്ന് പറയാമോ? മൈക്കയും വിനീറും തമ്മിൽ ഒരിക്കലും ആക്ച്വലി നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റാത്തത്ര ഡിഫറൻസ് ഉള്ള പ്രൊഡക്റ്റുകളാണ്. പക്ഷേ രണ്ടും ഉപയോഗിക്കുന്നത് ഒരേ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് മൈക്കയാണ്. മൈക്ക എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ അത് നമ്മളൊരു ഫാക്ടറിയിൽ ഒരേപോലെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈലടിക്കുന്ന പോലെ ഒരേപോലെ അടിക്കുന്ന സാധനമാണ്. അതിപ്പോൾ നമുക്ക് ബാച്ചിനനുസരിച്ച് കളർ വ്യത്യാസം വരിക എന്നല്ലാണ്ട് നമുക്കിത് എല്ലാം ഒരേ പ്രൊഡക്റ്റ് തന്നെ കിട്ടും. അതിൻ്റെ മുകളിലുള്ള ആ ഒരു സിന്തറ്റിക് കോട്ടിങ് ആണ് ആ മൈക്കേൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഭാഗം. പക്ഷെ വിനീർ എന്ന് പറയുന്നത് ഒരു ഒറിജിനൽ പ്രൊഡക്റ്റാണ്. ഒറിജിനൽ മരം ഒറിജിനലായിട്ട് നമ്മൾ പീൽ ചെയ്തെടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പ്ലൈവുഡിൽ വെച്ച് ചെയ്യുന്നതാണ്. പക്ഷേ മൈക്ക എപ്പോഴും കിച്ചണിലേക്ക് എപ്പോഴും മൈക്കയാണ് നല്ലത്. ഇപ്പോൾ ഡോർസ് ആയാലും അതിൻ്റെ ഉൾഭാഗത്താണെങ്കിലും എപ്പോഴും മൈക്ക നല്ലത്. കാരണം മൈക്കയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. മൈക്കേനെ തട്ടിയിട്ട് ഉള്ളിലേട്ട് ഒന്നും കയറില്ല. എന്താണ് ഈ മാർക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബാച്ചിൽ 60 എണ്ണം ഒരു 40 എണ്ണം അത് മരത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് എടുക്കുമ്പോൾ പൊതുവെ എല്ലാവരും നോക്കുന്നത് ഇപ്പോൾ K31A എന്നുള്ള ബാച്ചിൽ 13ാമത്തെ നമ്പറാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ളതിന് 14നും ഇതിന് മുമ്പുള്ളതിന് 12ഉം ആ ഒരു 13ാമത്തെ ഷീറ്റാണ്. അതാണ് ഇപ്പോൾ ഇത് കൊണ്ട് ഈ കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വരുമ്പോൾ ഒരേപോലത്തത് തന്നെ കിട്ടണമെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ഒരു പാത്രം എടുത്ത് 11ാമത്തെ എടുക്കുമ്പോൾ ഈ 13ൽ ഈ ബാച്ചിൽ വരുന്ന ഏതെങ്കിലും ഒരു സാധനം എടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നമ്പർ നോട്ട് ചെയ്തിരിക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമേ അല്ല. കാരണം ഈ ബാച്ചിനല്ല, ഇനി അടുത്ത ബാച്ച് തന്നെ ആയാലും ഇപ്പം നമ്മൾ ഈ ഒരു വിനീർ നമ്മൾ കണ്ടിട്ടുണ്ട്. 2 കമ്പനിയും കൂടെ 2 ഫാക്ടറിയിൽ
വെച്ച് 2 മോഡലുള്ള ഇതൊരു സാധാ വിനീർ, ഒരു പേപ്പർ വിനീറാണ്. പക്ഷെ ഇത് 2 ജോയിൻറ്റ് ചെയ്ത് അടിച്ചാൽ ഒരിക്കലും ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബാച്ചിൽ പ്രശ്നമില്ല. നമുക്ക് ഈ തേക്കിൻ്റെ അതിനകത്ത് മറ്റൊരു ഏതെങ്കിലും വീട്ടിയോ വെങ്കിയോ ഒക്കെ മിക്സ് ആയിട്ട് അടിക്കുമ്പോഴാണ് നമുക്കത് ഡിഫറൻസ് ആയിട്ട് വരും. തേക്കിൽ നമ്മൾ എങ്ങനെ മിക്സ് ആക്കി അടിച്ചാലും ഒരു കാരണവശാലും ആർക്കും ഒരു പ്രശ്നം തോന്നില്ല. കാരണം മരം എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്, ഒരു സ്ഥലത്ത് ഡാർക്കായിട്ടും ഒരു സ്ഥലത്ത് ലൈറ്റായിട്ടും നമുക്ക് വരും. അതങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ബാച്ചിൻ്റെ കാര്യത്തിലൊന്നും ഒരു കാരണവശാലും നമുക്ക് ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ഇൻട്രോയിലൊക്കെ കാണിക്കുന്ന വീഡിയോയിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. അതിൽ ഒരു 5 or 6 കമ്പനികളുടെ വിനീറാണ് ഞാൻ അത് നമ്മളൊരു വീട്ടിൽ നമ്മൾ ഇന്ത്യയിൽ വർക്കിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 5 or 6 കമ്പനിയുടെ, അതായത് ബാച്ചേ അതിനകത്ത് ഡിപ്പെൻഡ് ആയിട്ട് ഒരു കാരണമായിട്ടില്ല. മൊത്തത്തിൽ പല കമ്പനികളിലെ വിനീർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മനസ്സിലാവില്ല. ഓക്കെ. പൊതുവെ ഈ പേപ്പർ വിനീറിനെ കുറിച്ച് എല്ലാവർക്കും അത്ര കാര്യമായിട്ട് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. പേപ്പർ വിനീർ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് പറയുന്നതാണ് ഈ വീഡിയോൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ്. പറഞ്ഞ പോലെ ജനങ്ങൾക്ക് മൈക്കയിലേക്ക് പോകാനുള്ള ഒരു കാരണം തന്നെ ഇതിനകത്തുള്ള പണിക്കൂലിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇഷ്ടാനുസരണം ബെൻഡ് ചെയ്യാനോ ഏത് സ്ഥലത്ത് ഉപയോഗിക്കാനോ ഒരു പേപ്പർ, ഒരു തുണി ഒട്ടിക്കുന്ന ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ നമുക്കൊരു വാൾപേപ്പർ ഒട്ടിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഇത് ഒട്ടിക്കാൻ പറ്റും. വാൾപേപ്പർ ആകുമ്പോൾ അതിൻ്റെ ഡിസൈൻസ് വെച്ച് കയറി ഇറങ്ങി വരുമ്പോഴൊക്കെ വ്യത്യാസം വരും. ഇതിന് ആ പ്രശ്നം പോലും ഇല്ല, കാരണം ഒരു മരത്തിൻ്റെ ഡിസൈനാണല്ലോ. ഇത് കണ്ടില്ല, ഇപ്പോൾ എല്ലാം അൺഈവനായിട്ടാണ് വരുന്നത്. അപ്പോൾ പേപ്പർ വിനീർ എല്ലാവരും ചോദിച്ച് വാങ്ങി ഒട്ടിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പണിക്കൂലി എല്ലാം വളരെ കുറവ് വരും. ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഒരു ലെവലിന് വേണമെങ്കിൽ ഈ ഇങ്ങനത്തെ സാധാരണ വിനീറും, അതേപോലെ ഇതിന് കോസ്റ്റ് കുറവാണ്. സാധാരണ ഇങ്ങനത്തെ വിനീറിന് കോസ്റ്റ് കുറവാണ്. അപ്പോൾ സാധാരണ വിനീർ ഫ്രണ്ട് ഭാഗത്തല്ല ഒട്ടിച്ച് സൈഡിൽ വരുന്ന ഭാഗത്ത് വേണമെങ്കിൽ ഇങ്ങനത്തെ വിനീർ ഒട്ടിക്കാം. ഇത് എഡ്ജ് ബാൻഡായിട്ട് ഈ വിനീർ എഡ്ജ് ബാൻഡായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു 1 ഇഞ്ച് വീതം കട്ട് ചെയ്തിട്ട് നമുക്ക് എഡ്ജ് ബാൻഡിൻ്റെ ഭാരമായിട്ട് വിനീർ ചെയ്തിട്ടുള്ള ഡോറിൻ്റെ എഡ്ജ് ബാൻഡായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് നമുക്ക് ഫുൾ ഇതായിട്ട് തന്നെ ഉപയോഗിക്കാം. സാധാരണ ഒരു കത്രി വെച്ച് മുറിച്ചാൽ മതി. സാധാരണ ഒരു കത്രി വെച്ച് മാത്രം നമുക്ക് ഇത് മുറിക്കാം. പ്രത്യേകിച്ച് കട്ടറുകളോ ഒന്നും ഇതിനും ബാച്ച് നമ്പർ ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ബാച്ച് നമ്പർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നിർബന്ധമായി എല്ലാവർക്കും ഷെയർ ചെയ്തിരിക്കണം. കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ഇതൊട്ടും ആർട്ടിഫിഷ്യൽ അല്ല, ഇത് ഫുൾ നാച്ചുറലാണ്. ഇതിപ്പോൾ ഡെക്കോ വുഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി തന്നെയാണ്. ഡെക്കോ വുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ലാമ്പിൻ്റെ, നമ്മുടെ മൈക്കയും വിനീറും പണ്ട് മുതലെല്ലാം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും വലിയ കമ്പനിയാണ് ഗ്രീൻ. ആ കമ്പനീൻ്റെ പ്രൊഡക്റ്റാണ്. ഇതിന് ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും വരാനില്ല. പിന്നെ ഇതിന് എന്താ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേപ്പർ വിനീർ നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ബൾജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലും നമുക്കത് പ്രശ്നമൊന്നുമില്ല. ബൾജ് ചെയ്താലും നമുക്കൊരു പിന്നിട്ട് ഇനിയിപ്പോൾ അത് പോളിഷ് എല്ലാം അടങ്ങിയ ശേഷമാണെങ്കിലും നമുക്കൊരു സിറിഞ്ച് വെച്ച് കുത്തി അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി ഗമ്മാക്കിയതിന് ശേഷം നമുക്ക് ഒട്ടിച്ച് വെക്കാവുന്നുള്ളൂ. അത് ബൾജ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് വൈറ്റ് ബേസ് ആയിട്ടുള്ള ഗം ഉപയോഗിക്കുകയാണെങ്കിൽ ബൾജ് ചെയ്യില്ല. അതായത് എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഹൈപ്പറോ ഒരു മറീനോ പ്രോബോണ്ടോ SHO ഈ കാറ്റഗറിപ്പെട്ട ഗമ്മുകൾ വെച്ചിട്ട് ശേഷം നമുക്ക് പോളിഷ് ചെയ്യുകയാണെങ്കിൽ ഇതിന് കംപ്ലയിൻറ്റുകളൊന്നും വരില്ല. മറ്റേ പെട്രോളിയം ബേസ്ഡ് ഗമ്മുകളായിട്ടുള്ള ഈ ഹീറ്റെക്സോ SR ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇത് ബൾജ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി അങ്ങനെ വരികയാണെങ്കിൽ ആർക്കും യാതൊരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സ്ഥലത്ത് ഒന്ന് ചെറുതായിട്ടൊരു ആണി വെച്ച് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി ഗമ്മ് ഇഞ്ചക്ട് ചെയ്താൽ മതി. അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും വിനീറിൽ വരില്ല. ഇപ്പോൾ സാധാരണ തടി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ നമുക്ക് ഒരു 3-4 കൊല്ലം കൂടുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പോളിഷ് ചെയ്താൽ മതി. ഒരുപാട് പോളിഷ് ചെയ്യരുത്, കാരണം ഇത് ഒരു കാരണവശാലും നമുക്ക് പേപ്പർ ഇട്ട് സാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് ഒരു വീട്ടിൽ എവിടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും? നമുക്കിപ്പോൾ ഈർപ്പടിക്കാത്ത സ്ഥലങ്ങൾ, അതായത് വാൾഡ്രോപ്പുകൾ, ബെഡ്റൂമിൻ്റെ വാൾഡ്രോപ്പുകൾ, TV യൂണിറ്റ്, പിന്നെ ഹാളിലെ എല്ലാ സീലിംഗ് വർക്കുകളും ബാക്കി ഭാഗങ്ങളും ഒക്കെ ചെയ്യാം. കിച്ചണിൻ്റെ നമുക്ക് ഈ പറഞ്ഞ പോലെ ടോപ്പിലേക്ക് വേണമെങ്കിൽ മാത്രം, മുകൾ ഭാഗത്ത് മാത്രം. താഴെ ഭാഗത്ത് എപ്പോഴും ഒന്നുമില്ലെങ്കിൽ മൾട്ടിവുഡ് അല്ലെങ്കിൽ മൈക്കയാണ് ഈർപ്പത്തിൻ്റെ പ്രശ്നം വരാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ നോക്കിയിട്ടാണ് അതൊക്കെ ചെയ്യുക. പിന്നെ പൊതുവേ നമ്മൾ വിനീർ ചെയ്യുമ്പോഴും ഭിത്തിയിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു സൺ പാക്കിൻ്റെ പീസോ നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പ്ലൈവുഡ് വെച്ചിട്ട് അതിന് ശേഷം വിനീർ ഒട്ടിക്കാൻ ഞങ്ങൾ പറയലുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനത്തിൻ്റെ പ്രത്യേക ഒരു കാരണവശാലും വെള്ളം വരില്ല. ഇപ്പോൾ എന്തോരം വെള്ളം ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറം നിൽക്കും. അപ്പോൾ മരത്തിനേക്കായിട്ടും കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായ ഒരു പ്രോഡക്റ്റാണ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഉടനെ തന്നെ റിപ്ലൈസ് തരുന്നതായിരിക്കും.